ഞാനിപ്പം ഇവരോട് ആമുഖത്തിൽ പറയായിരുന്നു, സിനിമ പോലെയല്ല, ഒരു പരമ്പര 10 കൊല്ലം മറ്റോ ഒന്നിച്ച് അഭിനയിച്ചത് അല്ലേ? 10 വർഷത്തോളം അമ്മ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നീട്ടാൻ ശ്രമിച്ചു, പക്ഷെ അമ്മയില്ലാതെ അത് പൂർണ്ണമാവില്ലായിരുന്നു, അതുകൊണ്ടത് നിർത്തി. അങ്ങനെ നിന്നു. നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ ഈ പരിപാടിയെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു, ലളിത ചേച്ചിയുമായിട്ട് ഇങ്ങനെ ഒരു കുടുംബ ബന്ധം കൂടെ പിന്നെ സിദ്ധുവായിട്ട് ബന്ധമുണ്ടായി, ശ്രീകുട്ടിയായിട്ട് ബന്ധമുണ്ടായി എന്നുള്ളതെല്ലാം പറഞ്ഞു. എന്താണ് ലളിത ചേച്ചിയുടെ ഒരു സവിശേഷതകൾ തോന്നിയിട്ടുള്ളത്? ഞാൻ സിനിമയും അല്ലെങ്കിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പണ്ട് എറണാകുളത്ത് കവിത ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. പണ്ട് സിനിമാക്കാരുടെ സ്ഥിരം സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ വച്ചിട്ടാണ് ഞാൻ അമ്മ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എന്നെ കണ്ട് അടൂർ സാറിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിൽ എൻ്റെ അപ്പൂപ്പനും അമ്മയുമായിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത്. ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ SP ആശാൻ എൻ്റെ വീട്ടിലൊക്കെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ട് ഇങ്ങനെ SP ആശാൻ്റെ കൊച്ചുമോളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ നേരം നോക്കിയിരുന്നിട്ട് അയ്യോ എൻ്റെ ശ്രീകുട്ടിയെ പോലിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് എന്നെ അവിടുന്ന് ആ താടി പിടിച്ചു തുടങ്ങിയ ബന്ധമാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായ ആരാധനയായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളൊരു പേഴ്സണൽ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ആരാധന ഭയങ്കരമായിട്ട് കുടിയേറിയൊരു സമയമായിരുന്നു. പിന്നെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അതും ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് തമ്പി സാർ പറഞ്ഞൊരു സംഭവമുണ്ട്, നീ നായികയാവാൻ നിൽക്കരുത്, നായിക ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും, നീ ഭാവിയിലെ KPS ലളിതയാണ്. അപ്പോൾ ഒരു കാരണവശാലും നായികയാവാൻ നിൽക്കരുത്, KPS ലളിതയായാൽ നിനക്ക് മരിക്കുന്നത് വരെ അഭിനയിക്കാം എന്ന് എൻ്റെ അടുത്ത് ഒരിക്കൽ ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അമ്മയുടെ വർക്കുകളും അമ്മയുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ അതൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം എൻ്റെ ആക്ടിങ്ങിൽ. അങ്ങനെയാണ് അവിടുന്ന് ചാനലിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ലളിത ചേച്ചിയും മഞ്ജു ചേച്ചിയാണ്, അമ്മായിമ്മ മരുമോളാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി. കാരണം നമുക്ക് ഏറ്റവും കോമ്പറ്റീഷനാണല്ലോ ഒരു ആക്ടിങ് എന്ന് പറയുന്നത്. അവിടെ ഒരു കോമ്പറ്റീഷനുണ്ട്. അതിനേക്കാൾ കൂടുതൽ അഭിനയിക്കുക എന്നുള്ളതല്ല, ആ അഭിനയത്തിനോട് മല്ലിട്ട് നിൽക്കണമല്ലോ, അത് തന്നെ ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ആ സീരീസിലേക്ക് ഞാൻ വരുന്നതും. പിന്നെ അവിടെ അതിന് മുമ്പേ ബന്ധമുണ്ട്, വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ കാണുമായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ എന്നുള്ള സ്ഥാനത്ത് തന്നെ കണ്ടുകൊണ്ട് എനിക്ക്, അല്ലെങ്കിൽ അമ്മ മകൾ എന്നുള്ള സിദ്ധു തന്നെ പരാതി പറയും, എനിക്ക് കിട്ടണില്ല, നിങ്ങൾ കൊണ്ടുപോയില്ലേ സ്ഥിരം എന്ന് പറയും. കാരണം ഞാൻ അവിടെ സിനിമ ലൊക്കേഷനൊക്കെ പോയിട്ടുണ്ടോ ഞാൻ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, അവിടെ വന്നിട്ടില്ല. ഒരു ദിവസം എന്തോ വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അത് തിരക്കുള്ള ആളായി അപ്പോഴത്തേക്ക് അതല്ല, വേറെ കുടുംബമായിട്ടിരിക്കുമ്പോ ഞാനെന്തിനാ അല്ല, സിദ്ധു പലപ്പോഴും പരാതി പോലെ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ കിട്ടണില്ല. കാരണം എന്നെ ഇവർ തൈക്കുടത്താണ് ആദ്യം താമസിച്ചിരുന്നത്. അപ്പോൾ എന്നെ ആ ഫ്ലാറ്റിലേക്ക് എന്നെ കൊണ്ടുപോയതും അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് തന്നതും എൻ്റെ പല കാര്യങ്ങളിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അമ്മ. അതായത് ഈവൻ KSF ചിട്ടി എടുക്കുന്ന പോലും അമ്മയുടെ ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ ക്ഷേമനിധി, ഒരു ഇൻഷുറൻസിൻ്റെ ഇതെല്ലാം ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല. എനിക്ക് എൻ്റെ ലൈഫ് സീരിയസ് ആയത് അമ്മ ലൈഫിൽ വന്നതിന് ശേഷം. എന്നെ ഒരു കുടുംബിനി ആക്കിയത് ശരിക്കും പറഞ്ഞാൽ അമ്മ ലൈഫിൽ വന്നതിന് ശേഷം. നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ എങ്ങനെ ഒരു മകളെ ശാസിക്കുന്നു അതുപോലെ തന്നെ എന്നെ ചീത്തയും പറയാം. സിദ്ധുവിനെയൊക്കെ വിളിക്കുന്ന പോലെ തന്നെ എന്നെ ചീത്ത പറയാം. ചൂടായിട്ടൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. ചൂടാവൂല, പക്ഷെ അർത്ഥം വെച്ച് നല്ല നമ്മൾ മാറി നിന്നിട്ട് ആലോചിക്കുമ്പോൾ നല്ല മിഠായിയാണല്ലോ തന്നേന്നുള്ളത്. അല്ല, അമ്മ ആക്ച്വലി വയസ്സായി, അതെനിക്ക് തോന്നുന്നു കുറച്ച് ഏജായി വന്നപ്പോൾ അമ്മ ഒരുപാട് മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ ലൈഫിൽ വന്ന എക്സ്പീരിയൻസ് അതെല്ലാം കൊണ്ട് അമ്മ ഒരു ഫ്രസ്ട്രേറ്റഡ് മൂഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വയസ്സായതിൻ്റെ ഒരു ചെറിയ ആ സമയത്ത് ഏറ്റവും കൂടുതൽ കൂടെ ഉണ്ടായിരുന്ന ഞാനാണ്. ആ സമയത്തൊക്കെ ഒരു അതൊരു ഭയങ്കര തമാശയാണ്. എന്തെങ്കിലും ഒരു മേക്കപ്പ് ഇച്ചിരി കൂടിപ്പോയാൽ വഴക്കുണ്ടാക്കും. എന്തിനാണ് ഇത്ര മേക്കപ്പ് ഇട്ടേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം വേണ്ടി മേക്കപ്പ് ഇട്ടിരുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് വഴക്ക് പറയുമ്പോഴേക്കും ചിലപ്പോൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കും, ഭക്ഷണമൊന്നും കഴിക്കത്തില്ലെങ്കിൽ ചെയ്യും. അവളെന്തേ പറയും, ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞോ, ഉടനെ ഒരു വരവുണ്ട്, ഓടിച്ച് ഞാൻ കുറഞ്ഞ വന്ന് കഴിക്കണം ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അതും ചൂടായാണ് പറയുന്നത്. അത് സ്നേഹമാണ്. എൻ്റെ അമ്മ ഇതുപോലെയാണ്, ദേഷ്യപ്പെട്ടാ സ്നേഹിക്കുക.
ആ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതങ്ങനെയാണ്. ഇപ്പം പറഞ്ഞല്ലോ ചില ഇൻഷുറൻസ് എടുപ്പിക്കലുകൾ, ചിട്ടി ചേർക്കൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആത്മകഥ എഴുതിയ ബുക്കില് ഈ ഭരതൻ സാർ സിനിമ നിർമ്മിക്കാൻ പോയിട്ട് സാമാന്യം കുറച്ച് നല്ല പൈസ കളഞ്ഞെടുത്തുവെന്നും അതിനുശേഷം ഒരുപാട് അഭിനയിക്കാൻ പോയിട്ടുണ്ടെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീട്ടിലൊരു എക്കണോമിക്സ് ആരാ നോക്കിക്കൊണ്ടിരുന്നത്? വീട്ടിലെ എക്കണോമിക്സോ? ആ, അത് മിക്കവാറും അമ്മ തന്നെ ആയിരിക്കും, ഈ മണക്കണക്ക് വെച്ചിട്ട്. ആ, അങ്ങനെ ഇതിനകത്താണ് ഫുൾ ലെജറൊക്കെ. ആ, അവിടുന്ന് അങ്ങനെ വന്നു, ഇവിടുന്ന് അങ്ങനെ പറഞ്ഞത്. ആ. നമുക്ക് ഒരിക്കലും ആ കണക്ക് കിട്ടില്ല. ഈ ഇപ്പൊ ലൈക്ക് വടക്കാഞ്ചേരി ഉള്ളപ്പോ ഇപ്പൊ ചേച്ചിനൊക്കെ അഡ്വൈസ് ചെയ്യണ സമയത്ത് പോലും അമ്മ ഭയങ്കര ഈ ഇവിടുന്ന് എടുത്ത് അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ഇവിടുന്ന് അവിടെ കൊടുത്ത് അപ്പോഴത്തേക്ക് ഇവിടെ കഴിഞ്ഞു എന്നൊക്കെ പറയട്ടെ. ഈ കണക്കൊന്നും നമുക്ക് നടക്കില്ല, ഇത് തെറ്റും, എന്തായാലും തെറ്റും. കാരണം ഞാൻ ഈ വീണ്ടും ചില വീട്ടുകാരെങ്കിൽ ഇപ്പം സത്യം സാറ് ഇവിടെ വീഡിയോയിൽ വന്നപ്പോൾ പറഞ്ഞു ഇല്ലാതെ ആലോചിക്കാൻ പറ്റുന്നത്. അതിൽ ഈ തിലകേട്ടൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇവളുടെ കയ്യിലൊരു ചെറിയ പെട്ടിയുണ്ട്, അതിന്റെ താക്കോല് ഞാൻ അന്നും കണ്ടിട്ടില്ല ഇന്നും കണ്ടിട്ടില്ല, ആ താക്കോൽ എവിടെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് എല്ലാവരെയും കാണുക, നോക്കുക, നിർത്തുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യത്തിൽ തന്നെയാണ് ലളിത ചേച്ചി ഉണ്ടായിരുന്നത് ആ സമയത്ത്. ചേച്ചി ഇപ്പോൾ ഇവരെ ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ചേച്ചി സംഗീത അക്കാദമിയുടെ ചെയർപേഴ്സൺ ആകുന്നത്. അത് വല്ലാത്തൊരു ഔദ്യോഗികമായ ഒരു ജോലിയും ചേച്ചിക്ക് അത്ര പരിചിതമില്ലാത്തൊരു മേഖലയിൽ. അപ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഒന്നാമത് നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം എന്നെ വിളിക്കും, അമ്മല എങ്ങനെ പ്രശ്നമുണ്ട്, ഇത് എന്താണെന്നൊക്കെ ചോദിച്ചു എങ്ങനെ ഡീൽ ചെയ്യും. കമൽ സാർ വേറൊരു സ്ഥലത്ത് ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണൽ ഇത് ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പൊ ഇങ്ങനെ പറയും, ഇടക്കിടക്ക് പറയും സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെയുള്ളതല്ല, അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഇവിടെ ചെലവാക്കുന്നു, അവിടെ നിന്ന് ചെലവാക്കുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ മാനേജ്മെന്റ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഈ ഒഫീഷ്യൽ പരിപാടികൾ കൂടി ആകുമ്പോഴേ ചേച്ചിക്ക് അതിനെക്കുറിച്ചുള്ള ഇത് അറിയില്ല. അതിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രഷറൊക്കെ വരുമല്ലോ ഇതിന്റെ. എനിക്ക് തോന്നുന്നു അവസാന കാലത്തൊക്കെ ഭയങ്കര പ്രഷറുകളായിരുന്നു. ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ ടെൻഷനും ആലോചനയും. ലളിത ചേച്ചിയുടെ ഒരു പവറുള്ള ആൾ. ഇപ്പം ആദ്യത്തെ കൺമണിയിലെ അമ്മ എന്ന് പറയുന്നത് ഒരാളെ ഭയങ്കര ആഢ്യത്വവും, എന്നാല് അനിയത്തിപ്രാവിന്റെ ക്ലൈമാക്സില് എടുത്തോന്ന് പറയുന്ന ആ ഒരു വാക്കിലൊരു സിനിമ ഇരിക്കുക. സ്ഫടികത്തിലെ പൊന്നമ്മച്ചി എന്ന് പറയുന്ന കഥാപാത്രം എടുത്താൽ അത് വേറെ രീതിയിലിരിക്കും. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ തന്നെ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ നമ്മൾ കണ്ടാൽ ദാമോദർജി ഒന്നും വരേണ്ട ഒരു ആവശ്യമില്ല. നേരെ ചെവിയാണെങ്കിൽ ഒറ്റ ആട്ടിന് ഗോപാലകൃഷ്ണ മണിക്കര് വേറെ എവിടെ എത്തേണ്ടതാണ്. പക്ഷെ വളരെ എത്ര പാവം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റത്തെ പാവം, വളരെ എന്താ പറയുന്നത്, വളരെ ശൗര്യമുള്ളൊരു കഥാപാത്രമാണെങ്കിൽ അങ്ങേയറ്റത്തെ ശൗര്യമുള്ളൊരു കഥാപാത്രം. പഴയൊരു സംഭവമാണ് കേൾക്കൂ ഗജകേസരി യോഗം. അത് ഗജകേസരി യോഗം എന്ന് പറയുന്ന സിനിമയിലാണ്. ഈ എത്ര കഥാപാത്രങ്ങളാണ്. ഏറ്റവും മറക്കാൻ പറ്റാത്തത് നത്ത് നാരായണന്റെ ആ സിനിമയുടെ ഒറ്റ കനൽക്കാറ്റ്. ഞാൻ ഇപ്പോഴും അതിന്റെ ക്ലിപ്പിംഗ് കണ്ടാൽ ഞാൻ കരയും. ബോംബെ പോണല്ലേ പറഞ്ഞിട്ട് പോടല്ലേ, അതന്നെ. ഇപ്പോഴും ഞാൻ കരയും. ആ ഒരൊറ്റ എപ്പോ കണ്ടാലും അത് കരയും. എനിക്ക് എന്താണെന്നറിയില്ല, അതൊരു ഒറ്റ സീൻ മതി. ഞാൻ ഇതുപോലെ കരയുന്ന ഒരു സീനുണ്ട്. എനിക്ക് മനസ്സിനക്കരെ എന്ന് പറയുന്ന സിനിമയിൽ ഇവര് ഷീലാമ്മയും ലളിത ചേച്ചിയും കൂടെ യാത്ര പറയുന്ന ഒരു സീനുണ്ട്. ഞാൻ പലഹാരപ്പൊതിയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ പോവും, അപ്പം വഴി വന്ന് നിൽക്കരുത്, എനിക്ക് കരയാൻ പറ്റില്ലെന്ന് പറയുന്നത്. അങ്ങനെയുള്ള, അതായത് നോക്കൂ, 2 വയസ്സായ ആൾക്കാർ തമ്മിലാണ് ഒരു യാത്ര പറയുന്നത്. സുഹൃത്തുക്കളാണ്, വലിയ സുഹൃത്തുക്കളാണ്. ഒരു സീനിൽ അതിന്റെ ഒരു മോഡുലേഷനും ഇവരുടെ ഒരു പ്രസന്റേഷനും കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇരുന്ന് പറയുമ്പോൾ നമ്മൾ ആരും റെഫർ ചെയ്തിട്ടോ ഗൂഗിൾ നോക്കിയിട്ടോ ഒന്നും അല്ല പറയുന്നത്. നമുക്ക് ഇത്രയും ക്യാരക്ടറുകൾ മനസ്സിൽ ഫീഡ് ചെയ്യാണ്. ഞാൻ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട ശേഷം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നോക്കൂ, അതൊരു നല്ല കഥ, നല്ല സിനിമയൊക്കെ ആണെങ്കിൽ തന്നെ തേന്മാവിൻ കുമ്പത്തിലെ കഥാപാത്രം ഓൾമോസ്റ്റ് ഒരു വലിയ കാത്തിരിപ്പാണ്. വേണിച്ചേട്ടന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് ക്ലൈമാക്സ് വരെ പറയുന്ന, ഇവരിങ്ങനെ തമാശയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കഥാപാത്രങ്ങളെ ഒറ്റ വാക്കിൽ ഒറ്റ വരിയിൽ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഒരു ആഴം ഒരു 10 കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അത് എങ്ങനെയാണ് സാർ, അതൊരു ഡയറക്ടർ ആർട്ടിസ്റ്റ് ഏത് കോമ്പിനേഷനിലാണ്? അല്ല, അത് എനിക്കുള്ളത് ചേച്ചിയുടേതായ സ്വന്തമായ നേരത്തെ പറഞ്ഞ ഒരു ഒബ്സർവേഷൻ, അതിൽ നിന്ന് കിട്ടുന്ന കുറേ അനുഭവങ്ങൾ കഥാപാത്രത്തിലേക്ക് ചേച്ചി കൊണ്ടുവരാറുണ്ട്. പിന്നെ ആ കാലഘട്ടത്തിൽ
നേരത്തെ സത്യം പറഞ്ഞ പോലെ തന്നെ ചേച്ചിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളുണ്ട്. KPS ലളിത തന്നെ ഈ റോള് ചെയ്യണം. ഒരു കഥാപാത്രം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് KPS ലളിത അവതരിപ്പിച്ചാലേ നന്നാവും എന്ന് സംവിധായകർ തീരുമാനിച്ച് ക്യാരക്ടറിനെ മോൾഡ് ചെയ്യും. അപ്പം നമുക്ക് കുറേ ഫ്രീഡം കിട്ടും. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് KPS ലളിതയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവും ക്യാരക്ടറിന്. അപ്പൊ ആ ഗുഡ് ബൈ സീൻ എന്ന് പറഞ്ഞല്ലേ മനസ്സിലാക്കറിയില്ല. അപ്പൊ അത് ആ ഡയലോഗ്സ് ഉണ്ട്. വഴി ഞാൻ ഇറങ്ങുമ്പോ വഴി വന്ന് നിൽക്കരുത്, അതെന്തായാലും ഉണ്ട്. അത് അവതരിപ്പിക്കുന്നതിലാണല്ലോ അതിൽ ഭയങ്കരമായിട്ട് നമ്മള് കൊള്ളുന്നത്. അവിടെ അമ്മ 6 അടിച്ചു. അതവിടെ 6 അടി. കാരണം ഞാൻ ഈ ചില ആളുകൾ ലൊക്കേഷനുമായിട്ട് വരെ അങ്ങ് സിങ്ക് ആവുമല്ലോ. നമ്മളൊരു ഷൂട്ടിങ്ങിന് ഒരു വീട്ടിൽ എത്ര നേരം നിൽക്കും. ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ഒരു സ്വിച്ച് ഇടുന്ന സീൻ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്നവൻ സ്വിച്ച് ഇടുന്നതും പുതിയൊരാൾ സ്വിച്ച് ഇടുന്നതായിട്ട് വ്യത്യാസമുണ്ട്. ഈ ലളിത ചേച്ചിയെ പോലുള്ളവർ ഈ ഒരു പ്രദേശങ്ങളിൽ മുഴുവൻ നമുക്ക് എത്രയോ നാളായിട്ട് അടുക്കളയെന്ന് വിളമ്പുമ്പോഴ് അങ്ങനെ എന്തൊരു ഈസി ആയിട്ടാണ് ഇവർ ചെയ്യുന്നതല്ലേ. ഇപ്പം സാറിന് ശുഭയാത്ര എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പം ബോംബെയിലാ, ബോംബെയിലുള്ള ഒരു മലയാളി ബോംബെയിൽ എത്രയോ നാളായിട്ടാണ്, അല്ലാതെ ഇവിടുന്ന് ഇപ്പൊ ഷൂട്ടിങ്ങിന് പോയ മലയാളിയൊന്നും അല്ല, ബോംബെയിലുള്ള മലയാളിയാണ് ആയിരിക്കുന്നത് അല്ലെ. ശുഭയാത്രക്ക് വളരെ ലിമിറ്റഡ് ആൾക്കാരെ അതേ ഉള്ളൂ അവിടെ കൊണ്ടുപോയിട്ട് ചെയ്തിട്ടുള്ള. എനിക്ക് ആ സിനിമയെ കുറിച്ചുള്ള ഒരു ഓർമ്മ, അത് കഴിഞ്ഞ് അമ്മ ബോംബെ നിന്ന് വരുമ്പോ ഒരു BMX സൈക്കിള് വന്നായിരുന്നു, ഒരു മഞ്ഞ കളർ സാധനം. ആദ്യത്തെ BMX സ്റ്റണ്ട് സൈക്കിള് ബോംബെന്ന് വരുന്നു. ബോംബെന്ന് വാങ്ങിച്ചിട്ട് വന്നതാണല്ലേ അമ്മ. അപ്പൊ ഞാൻ ചോദിക്കണ അടുത്ത ഇനി അമ്മ എപ്പോഴും അടുത്ത ഷൂട്ടിങ്ങിന് പോണേ, അടുത്ത സാധനം വരുന്നുള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരും. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അമ്മ ഞാനുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ എവിടെ പോയാലും ശ്രീകുട്ടിക്കും വാങ്ങിക്കും, എനിക്കും വാങ്ങിക്കുമായിരുന്നു. അതൊരു പ്രത്യേക ഒരു ഓഹോ, ആ ചതി ഞാൻ ഇപ്പോഴാണ് ഇത്രയും